ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്നാണ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള 3 കാറ്റഗറീസ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മളതിൽ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതി കഴിഞ്ഞാലും ഇൻറ്റേർണലി ഒരു ട്രാൻസ്ലേഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ കോഡിലോട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കൺവേർഷൻസ് നടത്തുന്നത് ഇൻറ്റേർണലി സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കൺവേർഷൻ നടത്തുന്ന ഇൻ്റർമീഡിയേറ്റേഴ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്രോഗ്രാം കോഡ് എഴുതുന്നത് അസംബ്ലി ലാംഗ്വേജിലാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള C++, പൈത്തൺ, ജാവ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലാണെങ്കിൽ കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ കൊടുക്കുന്ന കോഡിനെ ഇൻറ്റേർണലി ട്രാൻസ്ലേറ്റേഴ്സ് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. അപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ പർപ്പസ് മനസ്സിലായില്ല. ഒരു ഇൻ്റർമീഡിയേറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയേറ്റേഴ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഉള്ളത്. 3 ട്രാൻസ്ലേറ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോമൺ ആയിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും. 1 കമ്പൈലേഴ്സ്, 2 ഇൻ്റർപ്രിറ്റേഴ്സ്, 3 അസംബ്ലേഴ്സ്. ഇങ്ങനെ 3 ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഉള്ളത്. ആദ്യം നമുക്ക് എന്താണ് കമ്പൈലേഴ്സ് എന്ന് നോക്കാം. കമ്പൈലർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എഴുതിയിട്ടുള്ള നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ. ഇവിടെ ലോ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ ഹൈ ലെവൽ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജാവയിലാണ് കോഡ് എഴുതിയത്, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണു? ലോ ലെവൽ ആയിട്ടുള്ള മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് ആക്ച്വലി കമ്പൈലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ജാവേൻ്റെ എക്സാമ്പിളിനേക്കാളും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇനി സെക്കൻഡ് സെമിസ്റ്ററിൽ പ്രോബ്ലം സോൾവിങ് യൂസിങ് C എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. അതിൽ നിങ്ങൾ ലാബ് ചെയ്യുമ്പോൾ ഈ ഒരു കമ്പൈലേഴ്സിനെ കറക്റ്റ് നിങ്ങൾക്ക് കാണാം, കറക്റ്റ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പൈലേഴ്സ് ആണ്. അപ്പോൾ കമ്പൈലേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ ബഗ്സ് ഉണ്ട്, വിച്ച് മീൻസ് എന്തൊക്കെ എറേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് അപ്പോൾ തന്നെ ഷോ ചെയ്ത് കാണിച്ചു തരും ചെയ്യും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ കമ്പൈലേഴ്സിനുണ്ട്. ഇന്റേണലി എന്താണ് നടക്കുന്നത്? ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് C എന്ന് പറയുന്ന ലാംഗ്വേജിലാണെങ്കിൽ അതിന് മുഴുവൻ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ എന്തിലോട്ട് മാറ്റപ്പെടുന്നുണ്ട്? മെഷീൻ കോഡിലോട്ട് മാറ്റപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്പൈലേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസ്ലേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയേറ്റർ ആണ്. മനസ്സിലായില്ലേ കമ്പൈലർ എന്താണ്? അപ്പോൾ സാധാരണ C-ലും C++-ലൊക്കെ നമ്മൾ ഈ ഒരു കമ്പൈലേഷൻ പ്രോസസ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ഷോ ചെയ്ത് ലൈൻ 11 ഇന്ന എറർ ഉണ്ട്, സെമിക്കോൺ ഇട്ടിട്ടില്ല, ഡബിൾ കോട്ട് നിങ്ങൾ ഇട്ടു അത് ക്ലോസ് ചെയ്തിട്ടില്ല, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേരിയബിളിൻ്റെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ഈ എറേഴ്സ് ഒക്കെ നമുക്ക് നമുക്ക് ഷോ ചെയ്ത് കാണിച്ചു തരുന്നതും ഈ ഒരു കമ്പൈലേഷൻ സ്റ്റെപ്പിലാണ്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സിന് ആഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ഞാൻ C എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയതാണെങ്കിൽ അതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. സോഴ്സ് പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈലേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ നമ്മളത് കമ്പൈൽ ചെയ്യുകയാണ് ചെയ്യുക. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് കണ്ടോ എന്തെങ്കിലും എറർ മെസ്സേജ്, വിച്ച് മീൻസ് നമ്മുടെ പ്രോഗ്രാമിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഷോ ചെയ്ത് കാണിച്ചു തരും. നമുക്ക് അപ്പം തന്നെ ഈസി ആയിട്ട് അത് പിക്ക് ആൻഡ് സോൾവ് ചെയ്യാനും പറ്റും. ആ ഒരു ലൈനിൽ പോയിട്ട് അതിൽ മിസ്റ്റേക്ക് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ലൈൻ നമ്പറോട് കൂടിയിട്ടാണ് നമുക്ക് എറർ മെസ്സേജ് ഷോ ചെയ്ത് കാണിച്ചു തരാം. ദെൻ ഫൈനലി ആഫ്റ്റർ ദ കമ്പൈലേഷൻ വി വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട്. അതാണ് ടാർഗറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. വിച്ച് മീൻസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മുടെ പ്രോഗ്രാം എന്തിലോട്ട് മാറും? സോഴ്സ് പ്രോഗ്രാം അതിൻ്റെ ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ഇന്റേണലി സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് കമ്പൈലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തതാണ് ഇന്റർപ്രിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഓക്കെ, ഇന്റർപ്രിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പൈലർ പോലെ തന്നെയാണ്, കൺവേർഷന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷോ ചെയ്ത് കാണിച്ചു തരുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ഇന്റർപ്രിറ്റേഴ്സ് C++ പോലുള്ള പ്രോഗ്രാമിംഗ്, നോർമലി ഉള്ള ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊന്നും നമ്മൾ ഇന്റർപ്രിറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഇന്റർപ്രിറ്റേഴ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ജാവ പോലുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ് നമ്മൾ ഇന്റർപ്രിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്റർപ്രിറ്റേഴ്സ് എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളൊരു സോഴ്സ് പ്രോഗ്രാം എഴുതി, ഒരു പ്രോഗ്രാം ഞാൻ ജാവയിൽ എഴുതി എന്ന് വിചാരിക്കുക. അപ്പോൾ ജാവയിൽ ഞാനത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു സോഴ്സ് പ്രോഗ്രാം ഡയറക്റ്റ് ആയിട്ട് അവിടെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. അതൊരു ബൈറ്റ് കോഡായിട്ടാണ് മാറുന്നത്, അതായത് ഒരു ഇന്റർമീഡിയറ്റ് കോഡായിട്ട് മാറുന്നു. അതൊരിക്കലും മെഷീൻ കോഡല്ല. അതുകൊണ്ട് തന്നെ അത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ആ സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇന്റർപ്രിറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ജാവയിലാണെങ്കിൽ നമ്മൾ JVM എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർപ്രിറ്ററാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട് 5ാമത്തെ സെമസ്റ്ററിലൊക്കെ കേട്ടോ. ഞാൻ പറയുകയാണ്, JVM എന്ന് പറയുമ്പോൾ ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഒരു ഇന്റർപ്രിറ്ററിന്റെ ഹെൽപ്പോട് കൂടെ ഈ ഒരു ബൈറ്റ് കോഡിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ കമ്പൈലേഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേജ് പ്രോസസ്സാണ്. ജാവയുടെ കേസിൽ മാത്രമാണിത് 2 സ്റ്റേജ് പ്രോസസ്സാണ് കമ്പൈലേഷൻ. ആദ്യം നമ്മളുടെ ലാംഗ്വേജിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണു? ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പൈലർ. ആഫ്റ്റർ എന്ത് ചെയ്യണു? ആ ബൈറ്റ് കോഡിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ഇന്റർപ്രിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്റർപ്രിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്റർപ്രിറ്റേഷൻ കഴിഞ്ഞാൽ ആ ഒരു ഞാൻ പറഞ്ഞു കമ്പൈലേഷൻ ടൈമിൽ എറർ മെസ്സേജസ് കാണിച്ചു തരും. അതേപോലെ തന്നെ ഈ ഒരു ഇന്റർപ്രിറ്റേഷൻ ടൈമിലും നമുക്ക് ഇൻ കേസ് എറേഴ്സ് കാണിച്ചു തരും. പക്ഷേ ആ എറേഴ്സ് ഒരിക്കലും കമ്പൈൽ ടൈമിൽ കാണിച്ച പോലെ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാനോ സോൾവ് ചെയ്യാനോ പറ്റാത്ത എറേഴ്സ് ആയിരിക്കും ഇന്റർപ്രിറ്റേഷനിൽ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്. ഡിവിഷൻ ബൈ 0, 1/0 അല്ലെങ്കിൽ 2/0 ഒക്കെ കമ്പൈൽ ചെയ്യുമ്പോൾ എറേഴ്സ് ഒന്നുമില്ല. പക്ഷേ റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം 1/0 എന്ന് പറഞ്ഞാൽ മാക്സിൽ എന്താണ്? ഡിഫൈൻ ചെയ്യാത്തൊരു വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിന് നമുക്കൊന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് പറ്റൂല. അത്തരത്തിൽ കുറച്ചും കൂടെ ഡേഞ്ചർ ആയിട്ടുള്ള എറേഴ്സ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാനോ സോൾവ് ചെയ്യാനോ പറ്റാത്ത എറേഴ്സ് ആയിരിക്കും ഈ ഒരു ടൈമിൽ നമുക്ക് കാണിച്ചു തരാം. വിച്ച് മീൻസ് ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് പോവേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ആയിരിക്കും ഇന്റർപ്രിറ്റേഷൻ ടൈമിൽ കാണിച്ചത്. ഇന്റർപ്രിറ്റേഷൻ ഫൈനൽ സ്റ്റേജ് ആണ്, പിന്നെ ഇനി അങ്ങോട്ടേക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതാണ് ഇന്റർപ്രിറ്റേഴ്സ് എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർ. അടുത്തതാണ് 3ാമത്തേതാണ് അസംബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ. അസംബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിന് ഞാൻ പറഞ്ഞിരുന്നു ഹൈ ലെവൽ ലാംഗ്വേജ് മാത്രമല്ല ഉള്ളത്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട് അല്ലേ. സാധാരണ മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ ഒക്കെ ഡെവലപ്മെന്റിന് എമുലേറ്റേഴ്സിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ന്യൂമോണിക്സ് ആണ് യൂസ് ചെയ്യുക അല്ലേ, ആഡ് മൂവ് അങ്ങനെയുള്ള നമുക്ക് മനസ്സിലാവുന്ന ബേസിക് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ലാംഗ്വേജസിന്, അസംബ്ലി ലാംഗ്വേജസിന് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് അസംബ്ലി ലാംഗ്വേജിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ജസ്റ്റ് ഒരു ഡയഗ്രാം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അസംബ്ലി കോഡ് അതിനെ അസംബ്ലേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആവുന്ന മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 3 ട്രാൻസ്ലേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോന്നിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ മുമ്പ് എക്സാമ്പിൾസ് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കണം കേട്ടോ. കമ്പൈലേഴ്സിനുള്ള എക്സാമ്പിൾസ് ഉണ്ട്, ഇന്റർപ്രിറ്റേഴ്സിനുള്ള എക്സാമ്പിൾസ് ഉണ്ട്, അസംബ്ലേഴ്സിനുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഒരു 2 എണ്ണത്തും ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചും വെക്കുക. ഓക്കെ, ഇതൊക്കെ ഡിഫറെന്റ് ഓരോ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന പല പല ടൈപ്പ് ഓഫ് കമ്പൈലേഴ്സും പല ഇന്റർപ്രിറ്റേഴ്സും പല അസംബ്ലേഴ്സും ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം ഒരു സിംഗിൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഹൈ ലെവൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം. അത് നിങ്ങൾ സിയിലാവാം, C++ലാവാം, പൈത്തണിലാവാം നിങ്ങൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം. അതാണ് നമ്മുടെ ഹൈ ലെവൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ ഇൻപുട്ട്. ട്രാൻസ്ലേറ്റർ ഏതൊക്കെയാണ്? ഒന്നുകിൽ കമ്പൈലർ ആവാം, ഇന്റർപ്രിറ്റർ ആവാം, അല്ലെങ്കിൽ അസംബ്ലർ ആവാം. ദെൻ അതിന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടുന്നത്? ലോ ലെവൽ പ്രോഗ്രാം. അത് മുഴുവൻ 101010 മാത്രമായിരിക്കും. നമുക്ക് ഒട്ടും തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കമ്പ്യൂട്ടറിന് മാത്രമേ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം ജസ്റ്റ് ഒരു കോമൺ ഒരു സിംഗിൾ ഡയഗ്രം ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാനായിട്ട് പോണത് എന്താണ് കമ്പൈലേഴ്സിന്റെ അഡ്വാൻറ്റേജ്. നമ്മൾ കമ്പൈലറും ഇന്റർപ്രിറ്ററും അസംബ്ലറും ഒക്കെ പറഞ്ഞു അല്ലേ. എന്താണ് നമ്മുടെ കമ്പൈലറിന്റെ അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറ്റും? നമ്മളുടെ പ്രോഗ്രാം ഫുള്ളായിട്ട് എറർ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് കമ്പൈലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. കമ്പൈലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സിക്യൂഷൻ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പൈലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. വിച്ച് മീൻസ് നമുക്ക് അപ്പോൾ അവിടെ ഒരു ലാഗിങ് വരുന്നില്ല കമ്പൈലേഷൻ കഴിയുന്നത് കൊണ്ട്. അപ്പോൾ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് എറേഴ്സ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നില്ല, പ്രത്യേകിച്ച്
വേറെ എന്താ പറയുക ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആയിട്ട് പോണില്ല. ഓക്കെ, അപ്പോൾ അതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സമയത്ത് ഇത് എക്സിക്യൂഷനെ സ്ലോ ആക്കുന്നതാണ് പറയുന്നത്. കാരണം നമ്മൾക്കറിയാം, നമ്മളിത് കമ്പൈലേഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഒരു 206 ലൈൻ ഓഫ് കോഡ് നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം അത്രയും ലെങ്തി ആണെന്നുണ്ടെങ്കിൽ ഓരോ ലൈനും ഇതിങ്ങനെ ചെക്ക് ചെയ്ത് പോവാണ്. വിച്ച് മീൻസ് ഇറ്റ് വിൽ നമ്മുടെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും, ഒരുപാട് ടൈം അതിനു വേണ്ടി എടുക്കുന്നതാണ് പറയുന്നത്. അതാണ് ഇവരുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ എറേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കമ്പാലേഷൻ സ്റ്റെപ്പിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി. കമ്പാലേഴ്സിന് അത് ഈസി അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് വളരെ ഈസിയാണ് അവരത് കാണിച്ചു തരുമ്പോൾ സോൾവ് ചെയ്യാൻ, പക്ഷെ അവരത് കണ്ടുപിടിക്കപ്പെടാൻ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇന്റർപ്രിറ്റേഴ്സിനും ഇതുപോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇന്റർപ്രിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്, നമുക്ക് എന്താ പറയുക ഇന്റർപ്രിറ്റേഷനിൽ സമയത്തും നമുക്ക് എറേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക റിസൾട്ട് ചിലപ്പോൾ പാർഷ്യലി കിട്ടേണ്ട റിസൾട്ട് ആണെങ്കിൽ അതെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ ഒരു ചാൻസ് നമുക്ക് ഇന്റർപ്രിറ്റേഷനിൽ അവർ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഡിവിഷൻ ബൈ സീറോ എന്ന് പറയുന്നത്, അത് നമുക്ക് ആക്ച്വലി സോൾവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സ്പെഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആക്ച്വലി ജാവയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നാണ് പറയുക. ഇതൊക്കെ ഞാൻ എക്സ്ട്രാ പറയുകയാണ്, നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കാനില്ല എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റൺ ടൈം എറേഴ്സ്, അതായത് നമ്മൾ ഇന്റർപ്രിറ്റേഷൻ ടൈമിലുള്ള എറേഴ്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഡേഞ്ചർ എറേഴ്സും റൺ ടൈമിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇന്റർപ്രിറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയാ പ്രോഗ്രാംസിൽ എന്താ പറയാ നമുക്ക് ഒരുപാട് ഡാറ്റ എറേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇത് ഈ എന്താ പറയാ നമ്മളുടെ എക്സിക്യൂഷനെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് വരുന്നത് കൊണ്ട് എക്സിക്യൂഷൻ അത് സ്ലോ ഡൗൺ ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ജാവേന്റെ കേസിലാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ, കമ്പൈലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെക്സ്റ്റ് എക്സിക്യൂഷൻ ആണ്. ഇതിലാകുമ്പോൾ കമ്പൈലേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർപ്രിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് എക്സിക്യൂഷൻ വരുന്നത് അല്ലേ. അപ്പോൾ അത്രയും ടൈം അവിടെ വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതന്നെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ അസംബ്ലറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അസംബ്ലേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ അസംബ്ലി ലാംഗ്വേജിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പിക്ക് ആൻഡ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് നമ്മളത് എഴുതിയിട്ടുള്ളത് നമ്മളുടേതായിട്ടുള്ള ന്യൂമോണിക്സ് ലാംഗ്വേജിലാണ്. വിച്ച് മീൻസ് നമുക്കത് വളരെ ഈസി ആയിട്ട് പിക്ക് ആൻഡ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അസംബ്ലേഴ്സിൻ്റെ ഇതൊരു മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരു അസംബ്ലർ നമ്മളിപ്പോൾ ഒരു എമുലേറ്ററിന് ഇപ്പോൾ 8086 എന്ന് പറയുന്ന ഒരു എമുലേറ്ററിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. അടുത്ത മൈക്രോ പ്രോസസർ 8085 ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ രീതിയിൽ അസംബ്ലറിന് ഉണ്ടാക്കേണ്ടി വരും. അതല്ല 8026 എന്ന് പറയുന്ന വേറൊരു മൈക്രോ പ്രോസസർ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വേറൊരു അസംബ്ലറിനെ മേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ എന്താ പറയുക ഡിവൈസസ് ആണ്. ഓരോന്നിനും ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അത് വളരെ ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ട്രാൻസ്ലേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത എക്സാമ്പിൾസിൽ 2 പഠിച്ചു വെക്കുക. ദെൻ ആ ഒരു ഡയഗ്രാം മനസ്സിൽ വരിക. അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് ജസ്റ്റ് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ജസ്റ്റ് നന്നായി മനസ്സിലാക്കിയിട്ട് ലെക്ചർ നോട്ട് എഴുതുക കേട്ടോ.